പ്രൈസ് ലോർഡ് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ ദൈവമക്കളെ ദൈവം തന്നു. ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന ഒറ്റ കാര്യമാണ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം. ആമേൻ. സുന്ദരമെന്ന ദേവാലയത്തിന്റെ മുന്നിൽ ആമേൻ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരുവൻ അവിടെ നിന്ന് ഭിക്ഷയാചിക്കുന്നു. രണ്ടുപേരും അവിടെ കടന്നു വരുന്നു, പത്രോസും യോഹന്നാനും. അപ്പോൾ ഇവൻ വല്ലതും കിട്ടുമെന്നും പറഞ്ഞ് അവരെ സൂക്ഷിച്ചു നോക്കുന്ന ഒരു ഭാഗം ആ വചനത്തിനകത്തുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ആമേൻ, അവിടെ പറയുന്ന ഒരു പദമാണ് എന്നെ ചിന്തിപ്പിച്ചത്. ആമേൻ, ഹല്ലേലൂയ. അവർ പറയുന്നൊരു പദമുണ്ട്, വെള്ളിയും പൊന്നും ഞങ്ങൾക്ക് തരാനില്ല. അത് സത്യമാണ്. അവരിൽ വെള്ളിയില്ല, പൊന്നില്ല, പൈസയില്ല. ആമേൻ, അവർ സാധാരണപ്പെട്ട മനുഷ്യരാണ്. അവർ യേശുവിനെ പിൻപറ്റിയവരാണ്. അതുകൊണ്ട് അവർ സകലതും ഉപേക്ഷിച്ചാണ് ആമേൻ ഹല്ലേലൂയ യേശുവിനെ പിൻപറ്റിയത്. അതുകൊണ്ട് അവരെ ക്യാഷ് ഇല്ല, അവർ ഭിക്ഷക്കാരന് കൊടുക്കുവാൻ അവരെ ചെക്കില്ല, അവരെ പൊന്നില്ല, പണമില്ല, ഒന്നുമില്ല. അതുകൊണ്ടാണ് അവരെന്നെ പറയുന്നത്. പക്ഷേ അതിനും അപ്പുറമായ ഒരു കാര്യം അവരിലുണ്ട്. എന്താണെന്ന് അറിയാമോ? യേശുവിന്റെ നാമം. അവിടെ പറയുന്നൊരു പദമുണ്ട്, വെള്ളിയും പൊന്നും ഒന്നും നമുക്കില്ല തരാൻ. എന്നാൽ ഹല്ലേലൂയ നസ്രായനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് വരിക. അവൻ യേശുവിന്റെ നാമത്തിനകത്ത് സകലതും അടങ്ങിയിട്ടുണ്ട്. അതൊരു പാക്കേജാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ആമേൻ, യേശുവിന്റെ നാമത്തിനകത്ത് രോഗസൗഖ്യമുണ്ട്. യേശുവിന്റെ നാമത്തിനകത്ത് നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത് സൊല്യൂഷൻ ഉണ്ട്. യേശുവിന്റെ നാമത്തിനകത്ത് നിന്റെ രോഗത്തെ സൗഖ്യമാക്കുവാൻ പറ്റും. യേശുവിന്റെ നാമത്തിനകത്ത് ആമേൻ ഹല്ലേലൂയ നിന്നെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ കഴിയും. ആമേൻ, നീ നീറുന്ന വിഷയത്തിനകത്ത് നിന്ന് യേശുവിന്റെ നാമത്തിന് പുറത്തു കൊണ്ടുവരുവാൻ കഴിയും. അതുകൊണ്ടാണ് അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായവനെ ആമേൻ ഹല്ലേലൂയ പത്രോസും യോഹന്നാനും കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ, യേശുവിന്റെ നാമം പറഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് വരുവാനിടയായി. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നിങ്ങൾ നീറുന്ന, നിങ്ങൾ ഭാരപ്പെടുന്ന, നിങ്ങൾ വിഷമിക്കുന്ന ആ വിഷയത്തെ നോക്കി നിങ്ങൾക്ക് പറയാൻ കഴിയണം, യേശുവിന്റെ നാമത്തിൽ അത് മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. എന്റെ കുടുംബത്തിനകത്ത് നടക്കുന്ന, എന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വിരോധമായി നടക്കുന്ന ആമേൻ ഹല്ലേലൂയ എല്ലാ പൈശാചിക മണ്ഡലങ്ങളെ നോക്കി വിളിച്ചു പറയണം, യേശുവിന്റെ നാമത്തിൽ അത് മാറിപ്പോകട്ടെ. നിങ്ങൾ ഭാരപ്പെടുന്ന വ്യക്തിയാണോ? നിങ്ങൾ ചില വിഷയങ്ങളിൽ മേൽ ഭാരപ്പെടുന്നുണ്ടോ? നിങ്ങൾ പ്രയാസം അനുഭവിക്കുന്നുണ്ടോ? നിങ്ങൾ രോഗിയാണോ? നിങ്ങൾ യേശുവിന്റെ നാമം പറഞ്ഞേ ആമേൻ ഇപ്പോൾ തന്നെ ഇത് കേൾക്കുമ്പോൾ തന്നെ പറഞ്ഞു തുടങ്ങിക്കോ. ആമേൻ ഹല്ലേലൂയ. ദൈവം അത്ഭുതകരമായ വിടുതലുകൾ നിങ്ങളുടെ നേർ അയക്കുക തന്നെ ചെയ്യും. അത്ഭുതകരമായി നിങ്ങൾ പുറത്തു വരുവാൻ ഇടയുണ്ട്. ഹല്ലേലൂയ. വിശ്വാസത്താൽ പറഞ്ഞു തുടങ്ങിക്കോ. അത്ഭുതങ്ങൾ കാണാൻ പോവുകയാണ്. വെള്ളിയും പൊന്നും. പക്ഷെ ഒരുപക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റത്തില്ലായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾക്ക് മറ്റുള്ളവരെ ആമേൻ ഹല്ലേലൂയ ഒന്ന് ക്യാഷ് കൊടുത്ത് താങ്ങുവാൻ കഴിയത്തില്ലായിരിക്കാം. എന്നാൽ ഒരു കാര്യം നിങ്ങളെ നാവിനകത്തുണ്ട്, അധികാരം. കർത്താവ് തന്ന അധികാരം നിങ്ങളുടെ നാവിനകത്തുണ്ട്. അതുകൊണ്ട് ആ നാമം പറഞ്ഞു തുടങ്ങിക്കോ. അത്ഭുതങ്ങളെ കാണുവാനിടെ. എന്നെ കേൾക്കുന്ന മക്കളെ, ഹല്ലേലൂയ, പ്രിയ സഹോദരങ്ങളെ, മാതാവേ, പിതാവേ, കുഞ്ഞെ, നിങ്ങൾ നീറുന്ന എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾ നീറുന്ന വിഷയം എന്തുമായിക്കൊള്ളട്ടെ, എന്റെ കർത്താവ് അത്ഭുതം ചെയ്യാൻ വിശ്വസ്തനാണ്. ഈ ഒറ്റ ചിന്ത മതി. യേശുവിന്റെ നാമത്തിൽ പറഞ്ഞു തുടങ്ങിക്കോ. നിങ്ങൾ അത്ഭുതങ്ങളെ കാണും. നിങ്ങൾ അത്ഭുതങ്ങളെ കാണുവാൻ റെഡി ആയിക്കൊള്ളുക. യേശുവിന്റെ നാമത്തിൽ വൻ കാര്യങ്ങൾ നിങ്ങളിലൂടെ ചെയ്യും. എല്ലാവരെയും ദൈവം ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞത് മറന്നു പോകരുത്. യേശുവിന്റെ നാമം സകല മുഴങ്കാലുകൾ മടങ്ങുന്ന നാമം. ഇതുപോലൊരു നാമം ഈ ഭൂമിയിലില്ല. ഇതുപോലൊരു നാമം ആമേൻ ഹല്ലേലൂയ എങ്ങുമില്ല. യേശുവിന്റെ നാമത്തിൽ സകല രോഗങ്ങളും സകല വിടുതലുകളും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞു തുടങ്ങിക്കോ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ കാണുവാൻ തയ്യാറായിക്കൊള്ളുക. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ, ആമേൻ.